പക്ഷേ ഈ പ്രായത്തിൽ ഈ 75ൻ്റെ യുവത്വത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് പുതിയൊരു മണ്ഡലത്തിലാണ്, അത് നെയ്യാറ്റിൻകരയിലാണ്. ഈ ശക്തൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല. 1977 പുള്ളി മത്സരം തുടങ്ങുന്നത്. അതേ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ്, KSUകാരനായിട്ട്, യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ട്. പക്ഷേ 1977 അദ്ദേഹം ആദ്യം കോവളത്ത് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല, കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ്. കേരള കോൺഗ്രസ്സുകാരനായിട്ട് അദ്ദേഹം കോവളത്ത് മത്സരിക്കുന്നു. ഇദ്ദേഹത്തെ പോലെ തന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് കോൺഗ്രസ് റിബലായി CFDക്കാരനായിട്ട് മാറിയ നീല ലോഹിദാസ് നാടർക്കെതിരായിട്ടാണ്. അന്ന് കോവളത്ത് ശക്തൻ തോറ്റു, നീലൻ ജയിച്ചു. പിന്നീട് നീലൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് പോയതിന് ശേഷം 82 പുള്ളി ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ DSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന മറ്റു പേരുള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു, HN ബഹുഗുണ സ്ഥാപിച്ച്. അതിൻ്റെ നോമിനിയായിട്ട് കോവളത്ത് മത്സരിച്ചു. നീലൻ്റെ കൂടി പിന്തുണയോടുകൂടി അദ്ദേഹം 82 ജയിച്ചു. 87 വരെ MLA ആയിട്ട്